MT മെറ്റലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മച്ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ മെറ്റൽ ഡിറ്റക്ടർ വാങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. 5 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുതിയ മെറ്റൽ ഡിറ്റക്ടർ വാങ്ങുന്നവർ ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ നോക്കുക. കാരണം പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം വാങ്ങാൻ നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഫാൾട്ടുകളൊക്കെ മാറി കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇന്ന് ശനിയാഴ്ച വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്ന ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകും. അപ്പോൾ എല്ലാ ശനിയാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ പ്രശ്നം പറ്റിയതുകൊണ്ടാണ്. അതായത് നേരെ വീഡിയോയിൽ പോവാം. അപ്പോൾ ഒന്നാമത്തെ എന്താ നോക്കാം. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റക്ടർ വാങ്ങുന്ന നേരം കഴിയുന്നതും സ്ക്രീനുള്ള ടൈപ്പ് നോക്കി വാങ്ങാൻ നോക്കുക. അതായത് സ്ക്രീനില്ലാത്ത ടൈപ്പും സ്ക്രീനിലുള്ള ടൈപ്പും 2 ടൈപ്പായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കഴിയുന്നത് സ്ക്രീനുള്ള ടൈപ്പ് വാങ്ങാം. അതിനുള്ള കാരണം ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് അതിനെ റിജക്ട് ചെയ്യണം, അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും മാറ്റണമെങ്കിൽ ഈ സ്ക്രീനുള്ളതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്തൊക്കെ നോർമൽ സിസ്റ്റത്തിലേക്ക് മാറ്റണം. അതുപോലെ കൂടുതലായിട്ട് ഏത് ലോഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന സ്ക്രീനുള്ള ടൈപ്പാണ്. അപ്പോൾ ലോഹങ്ങൾ ഒരു ഏകദേശം താരതമ്യം ചെയ്തിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും സ്ക്രീനുള്ളത് നോക്കി വാങ്ങാൻ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോയിലാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് കാണാൻ കഴിയും ഈ ടൈപ്പ് വരുന്ന കോയിൽസുകളൊന്നും വാങ്ങാതിരിക്കുക. അതായത് ഈ ഡിസൈനിൽ വരുന്ന ഒരു കോയിലും വാങ്ങാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ കോയിൽ ടൈപ്പ് വരുന്ന ഒക്കെ വർക്കിംഗ് കമ്മിയാണ്. അപ്പോൾ ഞാൻ അതിന് ഇടയ്ക്ക് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമാക്കി വീഡിയോ ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തത് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ പോയാൽ കാണാൻ കഴിയും. അപ്പോൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഈ കോയിൽ വാങ്ങാൻ നിൽക്കരുത്. ഞാനിപ്പോൾ ഈ ഒരു പേജ് വരുന്നതാക്കണം ഈ ഒരു ടൈപ്പ് കോയിൽ വാങ്ങാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കോയിലാണ്. അപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ വാങ്ങാനും അതിൻ്റെ കോയിൽ നോക്കുക, ഏത് ടൈപ്പ് കോയിലാണ് വരുന്നത് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർജബിൾ, അതായത് ബാറ്ററി മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ബാറ്ററി ചാർജിങ്ങും ചാർജബിൾ അല്ലാത്തതും 2 ടൈപ്പ് വരുന്നുണ്ട്. നിങ്ങൾ കഴിയുന്നതും ചാർജിങ് ചെയ്യുന്ന ടൈപ്പ് വാങ്ങാൻ നോക്കുക. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ചാർജ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ നോർമലി നമുക്ക് എങ്ങനെയായാലും 100 റുപ്പീസ് ഡെയിലി ചിലവാണ്. ഇത് നോർമൽ ഡിറ്റക്ടർ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഡിറ്റക്ടർ വാങ്ങുന്ന സാധാ നോർമൽ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള 100 റുപ്പീസ് ചിലവ് ചുരുങ്ങിയുണ്ട്. കാരണം 6 ബാറ്ററിയാണ് ചുരുങ്ങിയത്, പിന്നെ 4 ബാറ്ററിയാണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസത്തൊക്കെ നമുക്ക് ചുരുങ്ങി എന്തായാലും ഈ 4 ബാറ്ററി കിട്ടും. യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം വരെ കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കഴിയുന്നതും ചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി വാങ്ങാൻ നോക്കുക. കാരണം എക്സ്പെൻസ് പിന്നെ നമ്മളിങ്ങനെ ഇതിലൊക്കെ തന്നെ ബാറ്ററിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ ചാർജബിൾ ആകുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അടുത്തതായി നാലാമത്തതാണ് പറയാൻ പോകുന്നത്. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ബാലൻസ് ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടർ ഒരുപാടുണ്ട്. ഗ്രൗണ്ട് ബാലൻസ് ചെയ്യാത്ത ടൈപ്പും ഉണ്ട്, ഗ്രൗണ്ട് ബാലൻസ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ബാലൻസ് ചെയ്യുന്ന ടൈപ്പിൽ വരുന്ന ചിലത് ഗ്രൗണ്ട് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നോർമൽ വോയിസിൻ്റെ എക്സ്ട്രാ വോയിസുകൾ അതിൽ കയറും. അപ്പോൾ ഗ്രൗണ്ട് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള മോഡൽ ഡിറ്റക്ടറുകൾ കഴിയുന്നതും വാങ്ങാൻ നോക്കുക. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 5ാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത് നമ്മൾ നോർമലി ഓൺലൈൻ പർച്ചേസിങ്ങിനൊന്നും ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അതായത് നമ്മൾ ഡിറ്റക്ടർ വാങ്ങിക്കഴിഞ്ഞാൽ വായുവിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോയിൽ കാണിക്കാം, നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലായി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഓപ്പൺ ആക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു നോയ്സ് വരികയാണ് ഈ ഡിറ്റക്ടർ വാങ്ങാൻ നിൽക്കുന്നത്. അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത നോയ്സുകൾ വരുന്നത്. അപ്പോൾ ആ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ നോർമലി ഓൺലൈൻ വഴി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓഫ്ലൈനായിട്ട് എവിടെന്നെങ്കിലും കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് കയറി വാങ്ങുകയാണെങ്കിൽ അതുപോലെ ഒരാളോട് വാങ്ങുകയാണെങ്കിലും ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെറ്റൽ ഡിറ്റക്ടർ വാങ്ങുന്നത് എന്തായാലും ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് എന്തെങ്കിലും സംശയം ഉണ്ട് താഴെ പോയി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.